വന്നിറങ്ങുമ്പോൾ ആവേശോജ്വലമായ സ്വീകരണമാണ് പാർട്ടി അണികൾ കൊടുക്കുന്നത്. ഇത് ഈ സ്വീകരണത്തെ പാർട്ടി എങ്ങനെയാണ് കാണുന്നത്? ഇത് ഈ നാട് സഖാവ് സ്വരാജിൽ എത്രത്തോളം വിശ്വാസമുണ്ട് ഈ നാടിനെന്ന് തെളിയിക്കുന്ന ഒരു സ്വീകരണമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കപ്പുറത്ത് ഈ നാടിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ധമനികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ജനപ്രതിനിധിയാവുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആ തീരുമാനം CPM ഇടതുപക്ഷം എടുത്തപ്പോൾ അത് ശരിയായ തീരുമാനമാണ് എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ സ്വീകരണ പരിപാടി കാണുന്നത്. സാധാരണ നമ്മൾ CPM ഇവിടെ പൊതു സ്വാതന്ത്ര്യമാണ് പരിശീലിക്കുന്നത്. എന്തുകൊണ്ട് പാർട്ടി ചിഹ്നം നിലമ്പൂരിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയാൻ തീരുമാനിച്ചു എന്ന സന്ദേശമാണോ അത്? ഇന്നത്തെ പൊതു സ്ഥിതിഗതികളിൽ ഏറ്റവും തെളിമയുള്ള രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെതാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകളുടെ സ്വീകാര്യത വിപുലപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ജനങ്ങളുമായി ഈ ഒരു രാഷ്ട്രീയ സമരം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശരിയായ രാഷ്ട്രീയ വിനിമയം നടത്താൻ ഏറ്റവും നല്ലത് പാർട്ടി മുതിർന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളുടെ ഒരാൾ മത്സരിക്കുന്നുണ്ടാവും എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേവലമായ പ്രചരണം എന്നതിനപ്പുറത്തേക്ക് വിജയം ഉറപ്പിക്കുക എന്നതും ആ കാഴ്ചപ്പാടിലുണ്ട്. അൻവറിനെ പറയാതെ എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അൻവർ രാവിലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ല, മത്സരിക്കാനുമില്ല എന്നാണ്. അതിനെ CPM എങ്ങനെയാണ് കാണുന്നത്? അത് അതിൻ്റെ അർത്ഥം സതീശൻ അൻവറിനെ പറ്റിച്ചു എന്നാണ് അൻവർ വരികൾക്കിടയിലൂടെ പറയുന്നത്. UDF-ൽ വിശ്വസിച്ചാണ് അൻവർ പോയത്. അൻവറിനെ നടുറോട്ടിൽ ഇറക്കി വിട്ടിരിക്കുകയാണ് UDF. അൻവറിന്റെ ഈ അവസ്ഥയോട് CPM ഏതെങ്കിലും തരത്തിൽ സിമ്പതി ഉണ്ടോ? അല്ല, അൻവർ ഞങ്ങള് കൂട്ടത്തുനിന്ന് പോകുമ്പോൾ ഞങ്ങൾ അൻവറിനോടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവർ വന്നു, അൻവർ അദ്ദേഹത്തിന്റെ വഴി സ്വീകരിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പരിക്കുണ്ടാകാൻ പോകുന്നില്ല. വ്യക്തിപരമായി എല്ലാ നഷ്ടവും അൻവറിന് തന്നെ. ഒരു കാര്യം കൂടി, അൻവർ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഫാക്ടർ ആകുമെന്ന് കരുതുന്നുണ്ടോ? അൻവർ ഒരു വ്യക്തിയാണ്. ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തിത്വം അൻവറിനുണ്ടാവുന്നത്. ഇടതുപക്ഷത്തിന്റെ പുറത്തേക്ക് പോകുന്ന അൻവറിന് വ്യക്തിപരമായ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയും.